ജീവിതാനുഭവങ്ങൾ പ്രമേയമാക്കി കുടുംബശ്രീ അംഗങ്ങളെ അണിനിരത്തി നാടകമൊരുങ്ങുന്നു. സ്ത്രീധന പീഡനവും ലഹരിയും ഉൾപ്പെടെയുള്ള വിപത്തുകളെക്കുറിച്ചാണ് പറയുന്നത്. കുടുംബശ്രീ പ്രവർത്തകയും കലാകാരിയുമായ ഷജീല സുബൈദാണ് രചനയും സംവിധാനവും മുഖ്യ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നത്. കൊല്ലം ഓയൂരിൽ നിന്നും എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണും. മാനവീയം കുടുംബശ്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഒരു നാടകം ഇവിടെ ഒരുങ്ങുന്നത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, അതുപോലെ തന്നെ സ്ത്രീധനം എന്നിവയ്ക്കെതിരെ ഒരു മെസ്സേജ് നൽകുന്ന നല്ല അടിപൊളി ഒരു നാടകമാണ്. ശരിക്കും വലിയ പിന്തുണയാണ് നാടകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് തലത്തിലുള്ള മത്സരത്തിനാണ് ഈ നാടകം ഇവർ അരങ്ങിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. നമുക്ക് ചോദിച്ചറിയാം, എന്താണ് ഈ ഒരു വിഷയം ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം? സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് സ്ത്രീധനം. ഇപ്പോൾ ലഹരി വളരെ പ്രശ്നമായിട്ട്, ഗുരുതര പ്രശ്നമായിട്ട് നടക്കുമ്പോഴും അതിനേക്കാൾ വളരെ വിപത്തായി നടക്കുന്ന ഒരു സ്ത്രീധനം. അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു ദുരിതം അനുഭവിച്ച് ജീവിതം ഹോമിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാനും. അപ്പോൾ അത് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത് വേദനയായിട്ട് ഇങ്ങനെ ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് സ്ത്രീധനത്തിനെതിരെ ഇങ്ങനെ ഒരു ശക്തമായ ഒരു നാടകം ചെയ്യണമെന്ന് വർഷങ്ങൾ ആഗ്രഹിച്ചു. 2023 ഞങ്ങൾ ഇതിൻ്റെ ആദ്യ ചുവടുവയ്പ്പായിട്ട് കൊല്ലം സ്നേഹിതയിൽ നിന്നും കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ആവശ്യപ്പെട്ട് 2023 പഞ്ചായത്ത് തലത്തിൽ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് 3 പേര് ചേർന്നൊരു നാടകം ചെയ്തു. നല്ലൊരു വിജയവും അഭിപ്രായവുമായിരുന്നു. എൻ്റെ ജീവിതമാണ് ഈ നാടകത്തിലൂടെ ഞാൻ പൊതുജനങ്ങളിൽ എത്തിക്കാൻ നോക്കുന്നത്. എന്നെപ്പോലെ അനുഭവിക്കുന്ന, സ്ത്രീധനത്തിൻ്റെ പേരിൽ ദുരന്തം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇനിയും അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് മക്കൾക്ക്, അമ്മമാർക്ക്, കുടുംബങ്ങൾക്ക്, അച്ഛന്മാർക്ക്, സഹോദരങ്ങൾക്ക്, അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു താങ്ങായിട്ടാണ് ഞാൻ ഈ നാടകത്തെ കാണുന്നത്. ജോലി കിട്ടാറായി എപ്പോഴാണ് മാമി പറഞ്ഞത് ഒരു നാടകം കൊണ്ട് വരണം. അപ്പം ഞാൻ വെറുതെ ഇരിക്കല്ലേ വീട്ടിൽ. അപ്പം ഞാൻ പോയ എന്നെ പോലെ ഇരിക്കുന്ന പെൺപിള്ളേർക്ക് ഒരു രഥമാവും. അതുകൊണ്ടാണ് ഞാൻ വന്നത്, മാമി വിളിച്ചോണ്ടാണ് ഞാൻ വന്നത്. ഇപ്പം നമ്മുടെ ഈ സമൂഹത്ത് ഓരോ പെൺകുട്ടികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നാടകത്തിൽ കൂടെ ജനങ്ങളെ കാണിക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും നല്ലതുപോലെ ഇത് നടന്നു പോകണമെന്നേ ഉള്ളൂ, എന്നുള്ള ആഗ്രഹം. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. പിന്നെ സജില വിളിച്ച് ഞാൻ ഇപ്പോൾ കുടുംബശ്രീയിലുണ്ട്. അങ്ങനെ ഈ ലഹരിയെക്കുറിച്ചും പിന്നെ സ്ത്രീധനത്തെക്കുറിച്ചും എപ്പോഴും നമുക്ക് ക്ലാസ് എടുപ്പാണ്. നമ്മൾ പൊതുജനങ്ങളിൽ ഇത് എത്തുമല്ലോ എന്നൊരു നല്ലൊരു അഭിപ്രായം കൊണ്ടാണ് ഞാൻ ഈ നാടകത്തിന് ചേർന്നത് തന്നെ. ശരിക്കും ജോലിയുണ്ട്, അതുപോലെ തന്നെ വീട്ടിലെ ജോലികളുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഇതിന് സമയം കണ്ടെത്തുന്നത്? അതിനുള്ള സമയം ഞാൻ കണ്ടെത്തി എന്തായാലും എനിക്ക് രംഗത്ത് ഗസ്റ്റിലേക്ക് കയറാനുള്ള ഒരു അവസരം സജില്ല ഒരുക്കി തന്ന്. ദുരന്ത്യം പ്ലസ് എന്നാണ് ഈ നാടകത്തിൻ്റെ പേര്. ശരിക്കും ഇതൊരു മത്സര ഇനമായിട്ടാണ് ഇവരിപ്പോൾ വേദിയിലേക്ക് എത്തിക്കുന്നത്. ഇത് വലിയൊരു പ്രൊഫഷണൽ വേദിയിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു തീവ്ര ശ്രമത്തിലാണ് ഷജീല സുബൈദയും കൂട്ടുകാരും. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.